അല്ല, ഞാൻ ആ സോളാർ കമ്മീഷൻ്റെ കാര്യം ആലോചിച്ചതേ. ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ മുന്നിൽ സോളാർ ജഡ്ജിയുടെ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇവിടെ നിന്നല്ല മേളിലോട്ട് ഓടേണ്ടി വരും. കാര്യം ഓടിയാൽ തീരാൻ പാടില്ല, മരിക്കുന്നിടം വരെ ഓടണം. കാര്യം അതാണ് ആ റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നവർക്ക് നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. ഞാൻ ആ സോളാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് ഇവിടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരനെല്ലാം കൂടെ എഴുന്നേറ്റ് ഓടേണ്ടി വരും. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അത്. ഇതൊക്കെ മറന്നുപോയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നാട്ടുകാർ. നമ്മൾ മറന്നിട്ടില്ല, കോൺഗ്രസ്സുകാരങ്ങ് മറക്കും. കാര്യം അത് ഈ പാർഷ്യലായിട്ട് അവർക്ക് മറക്കുക, സിറ്റുവേഷണൽ മെമ്മറിയുടെ ഒരു പ്രശ്നം വരും. അതാ സംഭവിക്കുന്നത്. നോക്കൂ, സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട കേസല്ലായിരുന്നോ? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിന് ദണ്ഡിയാത്രയ്ക്ക് പോയതാണോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായിരുന്ന ഇത്? ശ്രീമാറിയോട്ടുണ്ടെന്ന് ചോദിച്ച് ദണ്ഡിയാത്രയ്ക്ക് പോയതിൻ്റെ ആയിരുന്നോ ഇവിടെ ഒരു ലേഡി വന്ന് പുറത്ത് വന്നിരുന്ന് അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനിത് പറയാൻ ആഗ്രഹിച്ചതൊന്നുമല്ല, എനിക്ക് പറയാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഒരാൾക്കെതിരെയുള്ള ആരോപണം വരുമ്പം അത് വീണ്ടും പുറകെ പോയി ചെകഞ്ഞെടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല. പക്ഷേ ഇവരങ്ങ് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പുണ്യ പവിത്ര ഭാരതഭൂമിയിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ച് ഗംഗാ നദിയിൽ കുളിച്ചെഴുന്നേറ്റ് ഇരിക്കുന്ന പുണ്യാളന്മാരെ പോലെ വർത്തമാനം പറയുന്നത്. ഇവർക്കെതിരെയുള്ള കേസ് എന്താ? ഇപ്പൊ ഈ പറഞ്ഞ എൽദോസിനെതിരെയുള്ള കേസ് എന്താ? പാർട്ടീഷന്റെ സമയത്ത് പാകിസ്ഥാൻകാരെ ഓടിച്ചതാ? അതൊന്നും അല്ലല്ലോ കേസ്. പീഡിപ്പിച്ചത് തന്നെയാ കേസ്. പീഡനം, മനസ്സിലായില്ലേ? അതിനകത്ത് പീഡനം അല്ലെന്നൊന്നും ഭീഷണത്തിന്റെ മുൻ എഡിറ്റർ പറഞ്ഞാൽ ഒന്നും പീഡനം അല്ലാതാകത്തില്ല.